ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫുഡ് ആൻഡ് ബ്യൂട്ടി. നമുക്കിന്ന് 5 മിനിറ്റിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഫി പുഡിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് റെഡി ആയിരുന്നുള്ളൂ കേട്ടോ. ഒരുമിച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വളരെ കുറഞ്ഞ അളവിലാണ്, കോഫി കപ്പിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ വലുതായിട്ട് ഉണ്ടാക്കാമല്ലോ നമുക്ക്. അപ്പോൾ ഈ അളവ് തന്നെ ഫോളോ ചെയ്തോളൂ കേട്ടോ. മിക്സിയുടെ ജ്യൂസ് അടിക്കുന്ന ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, വലിയ 1 ഗ്ലാസ്സിൽ പാൽ. പിന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 1 ടേബിൾ സ്പൂൺ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം എൻ്റെ കുറച്ച് കട്ടയായിട്ടുണ്ട്, അതൊന്നും പ്രോബ്ലം ഇല്ല, നമ്മൾ മിക്സിയിൽ മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പുഡിങ്ങിൻ്റെ ആ ഷേപ്പ് വരണമല്ലോ, അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചൈന ഗ്രാസ് ഒന്നും ചേർക്കുന്നില്ല. അതിന് പകരമാണ് കോൺഫ്ലോർ ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു പുഡിങ്ങിന് നല്ലൊരു കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, അതുപോലെ ഒരു നല്ല ചോക്ലേറ്റ് ടേസ്റ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡർ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഡ്രിങ്കിങ് ചോക്കോ പൗഡറാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് കിട്ടുന്നൊരു കൊക്കോ പൗഡറുണ്ട്, അതാണ്. അപ്പോൾ അത് നമുക്ക് പാലിലൊക്കെ ഇട്ട് കുടിക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ടീസ്പൂണിലാണ് ചേർത്തിട്ടുള്ളത്. 5 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. അതുപോലെ കൊക്കോ പൗഡർ ആണെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കൊക്കോ പൗഡർ ചേർക്കുക. ഡാർക്കായിട്ടുള്ള നല്ല കയ്പ്പൊക്കെയുള്ള കൊക്കോ പൗഡർ ആണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ചേർക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. നമുക്കിതുപോലെ ഒരു ഷേക്കിൻ്റെ പരുവത്തിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മധുരം കുറവാണെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അതുപോലെ കൊക്കോ പൗഡറിൻ്റെ ടേസ്റ്റും കോഫിയുടെ ടേസ്റ്റും എങ്ങനെയുണ്ടെന്ന് നോക്കാം. എല്ലാം ഓക്കെ ആണെങ്കിൽ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും ഫസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ നല്ല കട്ടിയുള്ള അടികട്ടിയുള്ള പാത്രം എടുക്കുന്നതാണ് നല്ലത്. ഇത് കരിഞ്ഞു പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ലോ ഫ്ലെയിം വെച്ചിട്ട് നല്ല പോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒരു 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഇത് റെഡിയായി കിട്ടും. നല്ലൊരു കുറുക്ക് പരുവത്തിലേക്ക് വരും. ഭയങ്കര ഹാർഡാകാൻ പാടില്ല. കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി ഉണ്ട്, അതാണ് നമുക്ക് എപ്പോഴും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇതുപോലെ കുറുകി കുറുകി വരും. കണ്ടോ, നല്ല പോലെ ഇങ്ങനെ തിക്കായിട്ട് വരും. അപ്പോൾ ഇത് കൺസിസ്റ്റൻസി ആയിട്ടില്ല, കുറച്ചുകൂടി ഒന്ന് കട്ടിയാവാനുണ്ട്. നമ്മൾ കേക്ക് ബാറ്റർ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിങ്ങനെ ലെയറായിട്ട് വീഴുന്ന പോലെ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരണം. കണ്ടോ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കറക്റ്റായി എന്നാണ്. അപ്പോൾ ഇനി നമുക്ക് കോഫി മഗ്ഗിലേക്ക് ഇത് പതിയെ ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ലെയറായിട്ട് ഇതുപോലെ വീഴുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് ഉണ്ടാക്കിയിട്ട് അതേ ചൂടോടെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. സ്ക്വയറായിട്ട് നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ചെറിയ പുഡിങ് ആയതുകൊണ്ടിട്ട് ഞാൻ ഇതുപോലെ കോഫി മഗ്ഗിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ഭംഗിയുള്ള പാത്രങ്ങളിലൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ അതേ ഷേപ്പിൽ കിട്ടും കേട്ടോ. ഇനി ആ സ്പാച്ചുല വെച്ചിട്ട് ജസ്റ്റ് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ക്രഷ്ഡ് ആയിട്ടുള്ള ബദാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കാഷ്യൂ നട്ട്സ് ആണുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിസ്ത ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അതും അല്ലെങ്കിൽ പാർലേജിയുടെയോ അരറൂട്ടിൻ്റെയോ ബിസ്ക്കറ്റ് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ടാലും മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം അടിയിലാണ് വരുള്ളൂ നമ്മൾ തിരിച്ചിടുമ്പോൾ. ഇപ്പോൾ റൂം ടെമ്പറേച്ചറിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രീസറിലേക്ക് വച്ചെടുക്കാം. അപ്പോൾ ഫ്രീസറിലാണെങ്കിൽ 1/2 മണിക്കൂർ മതി ഇത് സെറ്റായി കിട്ടാൻ. അപ്പോൾ നന്നായിട്ട് അടച്ചിട്ടൊന്ന് ഫ്രീസറിൽ വെച്ചാൽ മതി. എന്നെപ്പോലെ ക്ഷമയില്ലാത്തവർ ഫ്രീസറിൽ വയ്ക്കുക. നല്ല ക്ഷമയുള്ളവരാണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ താഴത്തെ 5 മണിക്കൂർ വയ്ക്കാം. ഇപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് അകത്തി കൊടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ ഉണ്ടാക്കിയ പാത്രത്തിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ കൂടി വടിച്ച് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇടരുത്. ഓക്കെ, അപ്പോൾ ആ ഒരു ലൂസായിട്ട് വരുന്ന ആ ഒരു ക്രീമി ടെക്സ്ചറിലുള്ളത് മാത്രം നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. കട്ടിയായിട്ടിരിക്കുന്നത് ഒഴിച്ച് കൊടുക്കുകയേ ചെയ്യരുത് കേട്ടോ, എന്നാൽ കറക്റ്റായിട്ട് വരില്ല. അതുകൊണ്ടിട്ടാണ്. ഇനി നമുക്ക് ഈ സോസ് പാനിലേക്ക് തന്നെ നമ്മുടെ പുഡിങ് വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കോഫി പുഡിങ്. നല്ല കോഫിയുടെ ടേസ്റ്റാണ്, ചെറിയൊരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും കൂടി വരും. അടിപൊളിയാണ്.
അപ്പോൾ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ. നല്ല തണുത്ത് തന്നെ സെർവ് ചെയ്യുക. പക്ഷെ നമുക്ക് കുറച്ചുകൂടി ഭംഗി കൂട്ടാനായിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. കോഫി പൗഡർ വെച്ച് ഒരിക്കലും ഗാർണിഷ് ചെയ്യരുത്, കയ്പ്പ് വരും. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ബൂസ്റ്റും അതുപോലെ തന്നെ കുറച്ച് ഡ്രിങ്കിങ് കൊക്കോ പൗഡറും കൂടിയാണ്. ഡ്രിങ്കിങ് കൊക്കോ പൗഡറിനും ഡ്രിങ്കിങ് ചോക്കോ പൗഡറിനും പറഞ്ഞിട്ട് ഈ സെയിം കൊക്കോ പൗഡർ അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് അരിപ്പയിലിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ അരിച്ച് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ജെല്ലി കൺസിസ്റ്റൻസിയാണ്, മൂവ് ചെയ്യുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ ഇരിക്കണം നമ്മുടെ ഈ പുഡിങ്. ഇത് നമുക്ക് പുഡിങ് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. കട്ട് ചെയ്ത് സെർവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എടുക്കുന്ന സ്പൂണാണെങ്കിലും അല്ലെങ്കിൽ കത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്യണമെങ്കിൽ കത്തിയാണെങ്കിലും ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ കറക്റ്റ് ഫിനിഷിങ്ങിൽ നമുക്ക് കട്ട് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്തായാലും ഇതേ അളവിൽ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റിൽ കോഫി പുഡിങ് റെഡിയായി കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, പുതിയ പുതിയ റെസിപ്പികളൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. വീണ്ടും കാണാം. ബൈ.